സുഹൃത്തുക്കളെ, നാം അഹ്ലുബൈത്തിനെ ഒക്കെയും സ്നേഹിക്കണേ, അത് വാജിബ നമുക്കൊക്കെയും. ബഗ്വി ഇമാം ഇത് വ്യക്തമായി പറയുന്നതാ, തനിക്കുള്ള തഫ്സീറിൽ മഹാൻ വിവരിച്ചതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് തുല്യത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതാ. അത് മുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളതാ. ഇത് റസ്വത്തു സ്വാദീനി നോക്കതിലുള്ളതാ. 44-ാം പേജ് അതിൽ പറയുന്നതാ. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ സൂക്ഷിക്കും 7 സ്ഥലങ്ങളിലെ ദുരിതങ്ങളെ. മൗത്തും ഖബർ നസ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്ത് ഇതേഴും തന്നെ. ഫിർദൗസിലുണ്ടിത് ദൈലമി വിവരിച്ചതാ. 44 റസ്വത്തിലും കാണുന്നതാ. അവരോട് സ്നേഹിക്കുന്ന അവസ്ഥയിലാണ് കാലിൻ്റുറപ്പ് സിറാത്തിലും എന്നാണ് തിരുമുസ്തഫ നബി തങ്ങളിൽ നിന്നുള്ളതാ. അത് ദൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അവർക്കുള്ള ഹക്കറിയാതെ വന്നാൽ പിന്നെ നിനക്കുള്ള അമലിനെന്തു ഫലമാ പൊന്നെ. ഫലമൊന്നുമില്ലെന്നും ഹദീസിൽ വന്നതാ. ഇത് ഔസത്തുൽ തബറാനി ഉദ്ധരിക്കുന്നതാ. അവരോട് ഹുബ്ബില്ലാത്ത ഖൽബിലൊരിക്കലും ഈമാനുമില്ലെന്നാണ് തിരുവചനത്തിലും. അത് ഹാക്കിം എന്നവരാൽ റിവായത്തുള്ളതാ. അതുപോലെ തന്നെ നസായിയും പറയുന്നതാ. നുബുവ്വത്തിൻ്റെ പ്രകാശമാണ് അവരൊക്കെയും, അത് മങ്ങിയാൽ കൂരിരുളിലാ നാമൊക്കെയും. അവരമ്പരത്തിൽ കൗകബൻ സയ്യാറ, അത് ഭൂമിയിൽ വസിക്കുന്നവർ കൻവാറ. അവരസ്റഫുൽ ഖൽഖിൻ്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രത്നമാ. ചെലവാക്കിയാൽ തീരാത്തവൻ നിധിയാണ്, മായാത്ത നക്ഷത്രങ്ങളും അവരാണ്. ജഡമിൻ്റെ തലയവരാണ് നമ്മൾക്കൊക്കെയും, തലക്കുള്ള കണ്ണും അവരു തന്നെ പിന്നെയും. ഖുർആൻ സ്തുതിച്ചതു തന്നെ ശ്രേഷ്ഠത പോലെയോ, അഹ്സാബ് സൂറത്തോതി നോക്കതിലില്ലയോ. സ്തുതിക്കാത്ത മിമ്പർ ലോകത്തിന്നെവിടുണ്ട്, പറയാത്ത നിസ്കാരങ്ങൾ ഇന്നേതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എവനും അറിയേണ്ടതാ, റബ്ബിനെ അറിഞ്ഞാൽ അവരെയും അറിയുന്നതാ. ആപത്ത് സമയം നൂഹ് നബിയുടെ കപ്പല, ഇവരൊക്കെയും എന്നും ഹദീസിൽ ഹുസ്സിലാ. അവർക്കുള്ള മണം കൊണ്ടും ഗുണം നമുക്കുണ്ട്, കുഷ്ഠം ഒഴിഞ്ഞടുക്കാതെ പോകുന്നുണ്ട്. ഇത് റസ്വത്തു സ്വാദീനി നോക്കതിലുള്ളതാ. 94 അതിൽ വ്യക്തമായി പറയുന്നതാ.